അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സർവസ്തുതിഗീതങ്ങളും പ്രപഞ്ചനാഥനായ സൃഷ്ടാവിനുള്ളതാണ്. എല്ലാവർക്കും രക്ഷയും സമാധാനവും അവൻ നൽകുമാറാവട്ടെ. ഇതാണ് ഈ അറബി വാക്കിൻ്റെ മീനിങ്. പ്രിയമുള്ള കേരള സമൂഹമേ, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ തെറ്റായ നിയമ സംവിധാനം സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ദൈവത്തിനുമെതിരെ ഉപയോഗപ്പെടുത്തി നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള ചില നിയമങ്ങൾ, ചില ഉത്തരവുകൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി, ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പോലീസ് DGP, അതേപോലെ ജില്ലാ കലക്ടർമാർ, മറ്റുള്ളവർ ഞാൻ ഈ പറയുന്ന നിയമങ്ങൾ വൈകാതെ നാം ചീഫ് സെക്രട്ടറി പാസ്സാക്കുകയും അത് DGP അംഗീകരിക്കുകയും ജില്ലാ കലക്ടർമാർ അതാത് ജില്ലകളിൽ അവരുടെ താഴേക്കിടെയുള്ള ഉദ്യോഗസ്ഥർ മുഖേന അത് നടപ്പിലാക്കേണ്ടതാണ്. അതിന് ഇലക്ഷൻ കമ്മീഷണർ അനുമതിയും കൊടുക്കേണ്ടതാണ്. എല്ലാ നിയമ ഭരണ സംവിധാനങ്ങളും എൻ്റെ താഴെയായതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ നിങ്ങൾക്കും മേലെയാണ് എന്നുള്ളത് കൊണ്ടും ഇന്ന് നിലവിൽ പിണറായി സർക്കാർ ഇല്ല എന്നുള്ളത് കൊണ്ടും ഈ സത്യമായ നിയമ സംവിധാനത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് സർവശക്തൻ അനുഗ്രഹം നൽകുമാറാവട്ടെ. ആദ്യമായി, ആരോഗ്യ മേഖലയിൽ നാം ഒരു മരണം ഒരു ഹോസ്പിറ്റലിൽ സംഭവിച്ചാൽ, അത് സാധാരണ മരണമായാലും ആത്മഹത്യയായാലും കൊലപാതകമായാലും, അത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും, അത് സ്വാഭാവിക മരണമായാലും, അതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമാണ് ഇന്ന് ബന്ധുക്കൾക്ക് ബോഡി കൊടുക്കുന്നത്. തീർച്ചയായും യാതൊരുവിധ പ്രതിസന്ധികളോ സംശയങ്ങളോ അല്ലെങ്കിൽ ആത്മഹത്യയോ കൊലപാതകവും ഇല്ലാത്ത 90% വരുന്ന മരണപ്പെട്ട അവരുടെ ഉറ്റ കുടുംബാതിഥികൾ, അത് മാതാപിതാക്കളാവാം, മക്കളാവാം, അവർക്ക് മരണം എന്നുള്ളത് തന്നെ വലിയ പ്രതിസന്ധിയും വലിയ ദുഃഖവുമുള്ള സമയത്ത് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നിങ്ങൾ മനഃപൂർവ്വം ചെയ്തു കൊടുക്കേണ്ടി വരുന്നു. അത് ഡോക്ടറായിക്കോട്ടെ, പോലീസായിക്കോട്ടെ, മറ്റു നിയമ സംവിധാനമാവട്ടെ, ഇത് തെറ്റാണ്. നിങ്ങൾക്ക് സത്യസന്ധമായി ബോധ്യപ്പെട്ടാൽ ആ ഡോക്ടർ കുറിപ്പെഴുതി കൊടുത്തുകൊണ്ട് അത് ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സാധാരണ മരണമായി കണക്കാക്കി അവർക്ക് വിട്ടുകൊടുക്കുക. ഏതെങ്കിലും ഒരു ജോലിയോ അതേപോലെ തന്നെ മറ്റാരെങ്കിലും ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്താൽ ലോകത്തിലുള്ള സകല ജോളി എന്നു പേരുള്ളവരും ക്രിമിനലാണെന്ന് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ സകല മനുഷ്യരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പ്രഖ്യാപിക്കുന്ന പിണറായി സർക്കാരിൻ്റെ തെറ്റായ നിയമം ഇന്ന് മുതൽ, അഥവാ 2026 3-ാം മാസം 24-ാം തീയതി മുതൽ ഈ നിയമം റദ്ദാക്കിയിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത എല്ലാവരും തിരിച്ചറിയുക. നാം ആശുപത്രിയിലേക്ക് ഒരു അത്യാവശ്യമായി നമ്മുടെ ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ പേടിയോടുകൂടെയാണ് കൊണ്ടുപോകുന്നത്. കാരണം മരണം സംഭവിച്ചാൽ സാധാരണ മരണത്തിന് പകരം പോസ്റ്റ്മോർട്ടമാക്കി ആ ബോഡിയെ തിരിച്ച് നൽകുന്ന ഒരവസ്ഥ വലിയ ദയനീയമാണ്. ഇത് നേരിൽ കണ്ടുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഈ നിയമം തെറ്റാണ്, അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടാവണം. ഈ നിയമം തെറ്റായതുകൊണ്ട് തന്നെ ഈ നിയമം ഇന്ന് ഈ ദിവസം മുതൽ പ്രാബല്യത്തിലില്ല. ഇത് ഭരണതലത്തിൽ നിങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി ഈ നിയമം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി പെട്രോൾ പമ്പിൽ നിന്ന് ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ
ഡീസലോ പെട്രോളോ മറ്റോ മേടിച്ചു കൊണ്ടുപോയി അവർ ചെയ്ത ക്രിമിനൽ പശ്ചാത്തലം ലോകത്ത് പിന്നീട് ഒരു പെട്രോൾ പമ്പിൽ നിന്നും നാം കുപ്പിയിലോ അല്ലെങ്കിൽ ബോട്ടിലിലോ ഇത്തരം പെട്രോളോ ഡീസലോ കൊടുക്കാൻ പാടില്ല എന്ന നിയമം തെറ്റാണ്. ആ ചെയ്ത വ്യക്തിയെയാണ് നാം ശിക്ഷിക്കപ്പെടേണ്ടത്, അല്ലാതെ ആ കുപ്പിയല്ല ഇതിന് ഉത്തരവാദി, അല്ലെങ്കിൽ ആ പെട്രോളല്ല. അവിടെ ആ ക്രിമിനൽ പശ്ചാത്തലം ജോലി ചെയ്താലും വേറെ ആരാണോ ആ ചെയ്ത വ്യക്തിയെ കഠിനമായി ശിക്ഷിക്കുക എന്നതിന് പകരം ലോകത്തിൽ ഇനി ഇങ്ങനെ ഒരു കുപ്പിയിൽ ആർക്കും പെട്രോൾ കൊടുക്കില്ല എന്ന നിയമം തെറ്റാണ്. അതുപോലെ എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി റോട്ടിൽ ലോകത്ത് എവിടെയും വണ്ടി ഇറങ്ങാൻ പാടില്ല, വാഹനം എന്നുള്ളത് ആക്സിഡൻ്റ് ആക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞ് വാഹനത്തെ മാറ്റി നിർത്തുന്നതിന് തുല്യമാണ് ഇത്തരം നിയമങ്ങൾ. ആരാണോ ചെയ്തത്, എന്താണോ സംഭവിച്ചത്, അതിന് വേണ്ടി അന്വേഷണം നടത്തുക, അത് കൃത്യമായി പാലിക്കുക എന്നല്ലാതെ ലോകത്ത് ഇനി ഒരു പടക്കം ആരെങ്കിലും പൊട്ടിച്ച് എവിടെയെങ്കിലും 4 ആൾ മരണപ്പെട്ടുവെങ്കിൽ ലോകത്ത് ഇനി പടക്കമേ ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള തെറ്റായ നിയമങ്ങൾ കേരളത്തിലെ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക കൊള്ള, മയക്കുമരുന്ന്, ഇത്തരം വിഷയങ്ങളെല്ലാം, കൊലപാതകങ്ങൾ, ഇതെല്ലാം സംസ്ഥാന സെക്രട്ടറി അതേപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ DGP അന്വേഷിക്കുകയും കടുത്ത ശിക്ഷ മുഖ്യമന്ത്രിയായാലും മറ്റുള്ളവരായാലും, ചെറിയ കാര്യങ്ങളല്ല നിങ്ങൾ മുന്നോട്ട് പോകും. മീഡിയകളും തന്നെ ഇത് ശ്രദ്ധിക്കുക. നിസ്സാര കാര്യങ്ങളിൽ നാം ആവശ്യമില്ലാതെ മീഡിയകൾ പ്രവർത്തിക്കാതിരിക്കുക. വലിയ തെറ്റുകൾ ആര് ചെയ്താലും ഇന്ത്യൻ പൗരന നിലക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും DGPയും എല്ലാം ഇന്ത്യൻ പൗരനായാൽ തെറ്റ് ചെയ്യാതിരിക്കണം. മാത്രമല്ല, ഇത്തരം ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞുകൊണ്ടും എല്ലാ സമൂഹത്തെയും നയിക്കേണ്ടവർ അഥവാ വേലി തന്നെ വിളകുന്നാൽ അവർക്ക് കടുത്ത ശിക്ഷ നൽകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോടതികളും ഈ ഉത്തരവുകൾ പാലിക്കണം എന്ന് വിനീതമായി ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ അഭ്യർത്ഥന ദൈവത്തിൻ്റെ കൽപ്പനയായി നിങ്ങൾ പാലിക്കപ്പെടട്ടെ ഇൻഷാ അല്ലാഹ്.